സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ചും അവിടെ ഒരു മനുഷ്യന് കിട്ടുന്ന പദവികളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തൻ്റെ മുന്നിൽ ആകാംക്ഷയോടുകൂടി സ്വർഗത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തിനോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ലാ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബ, അള്ളാഹുവിൻ്റെ കരുണയില്ലാതെ പടച്ചവന്റെ ഔദാര്യമില്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നിസ്കാരവും ഖുർആനോദലും നോമ്പ് പിടിക്കലും സദഖ കൊടുക്കലും സൽക്കർമ്മങ്ങൾ ചെയ്യലും വഅദ് പറയുന്നതും വഅദ് കേൾക്കുന്നതും എല്ലാം നല്ല കാര്യമാണ്. അള്ളാന്റെ റസൂല് പറയുന്ന ഇതൊന്നും കൊണ്ടൊരു മനുഷ്യന് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. പ്രവാചകനോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, അങ്ങയുടെ കാര്യവും ഇങ്ങനെയാണോ നബിയേ? അങ്ങയുടെ അവസ്ഥയും ഇങ്ങനെയാണോ നബിയേ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, എല്ലാവരുടെ അവസ്ഥയും ഇങ്ങനെയാണ്. പ്രവാചകൻ എന്നിട്ട് തന്റെ സ്വഹാബത്തിനോടൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ബനൂ ഇസ്രായേൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ബനൂ ഇസ്രായേൽ സമുദായത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാ. ഈ മനുഷ്യന്റെ ജോലി എന്തെന്നറിയുമോ? ഈ മനുഷ്യന്റെ പ്രവർത്തനം എന്തെന്നറിയുമോ? ഈ മനുഷ്യൻ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ 500 കൊല്ലമാണ് ജീവിച്ചത്. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് 500 വർഷം ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ആ മനുഷ്യന് ജീവിക്കുകയാണ്. വീട്ടിലും ഭാര്യ മക്കളുടെ കൂടെ, കുടുംബക്കാരുടെ കൂടെയല്ല. ഈ മനുഷ്യൻ എന്തേ പടച്ചവനെ എവിടെയാണ് താമസിച്ചതെന്നറിയുമോ? അല്ലാഹുവേ, പടച്ചവനെ സമുദ്രത്തിന്റെ മുകളിൽ മുസല്ല വിരിച്ചിട്ടു ഈ മനുഷ്യൻ 500 കൊല്ലം രാവും പകലും ഇബാദത്താ. അല്ലാഹുവേ, 24 മണിക്കൂറും ഇബാദത്താ. ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല. പച്ചവെള്ളം ഇങ്ങനെ കോരി കുടിക്കുകയാണ്. ഒരു റുമ്മാമ്പഴം എല്ലാ ദിവസവും ആ മനുഷ്യന് കിട്ടുകയാണ്. ഒരു റുമ്മാമ്പഴവും കടിച്ചു പച്ചവെള്ളവും കുടിച്ചിട്ട് ഈ മനുഷ്യൻ 500 കൊല്ലം രാവും പകലും അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുകയാ. എന്നിട്ട് ഈ മനുഷ്യൻ മരണപ്പെടുകയാണ്. അള്ളാന്റെ പ്രവാചകൻ പറയുന്നു, സ്വഹാബാ, ഈ മനുഷ്യൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ, അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുന്ന സമയമുണ്ടല്ലോ, ഈ മനുഷ്യനോട് അല്ലാഹു പറയുന്നു, മനുഷ്യ, വേണമെങ്കിൽ എന്റെ ഔദാര്യം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ. എന്റെ ഔദാര്യം കൊണ്ട് വേണമെങ്കിൽ നീ സ്വർഗത്തിലേക്ക് പൊക്കോ. ഈ മനുഷ്യൻ അല്ലാഹുവോട് പറയുന്നു, റബ്ബേ, എനിക്ക് നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗം വേണ്ട. എനിക്ക് നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗം വേണ്ട. 500 കൊല്ലം രാവും പകലും പടച്ചുറപ്പേ ഞാൻ ഇബാദത്ത് ചെയ്തവനാട്. 500 കൊല്ലം രാവും പകലും ഞാൻ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തവനാട്. ആ ഇബാദത്തിന് പകരമായിട്ട് എനിക്ക് നീ സ്വർഗം തന്നാ മതി റബ്ബേ. അല്ലാഹുവേ, 500 വർഷത്തെ അമലിന് പകരമായി എനിക്ക് സ്വർഗം തന്നാ മതി എന്ന് ഈ മനുഷ്യൻ പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അല്ലാഹു മലക്കുകളെ വിളിക്കുകയാണ്. അല്ലാഹു മലക്കുകളെ വിളിച്ചോ, എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യന്റെ 500 കൊല്ലത്തെ അമലെടുത്തൊരു ത്രാസിൽ വെക്ക്. ഈ മനുഷ്യന് ഞാൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ എടുത്ത് മറ്റൊരു ത്രാസിൽ വെക്ക്. എന്നിട്ട് അളന്നു നോക്കാൻ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹു പറയുന്നു, ഞാൻ ഈ മനുഷ്യന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് പകരമായിട്ട് 500 കൊല്ലത്തെ ഇബാദത്ത് മതിയായോ എന്ന് അളന്നു നോക്കാൻ പറയുമ്പോ, അളന്നു നോക്കിയിട്ട് മലക്കുകൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ, ഇല്ല പടച്ചവര്, നീ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളിൽ നിന്ന് ഒരു അനുഗ്രഹത്തിന് പകരമായിട്ട് പോലും 500 വർഷത്തെ അല്ലാഹുവേ ഇബാദത്ത് മതിയായില്ലെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഈ മനുഷ്യനോളം
പോലും ഈ മനുഷ്യൻ പോലും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കിടന്ന് യാചിക്കുകയാണ്. 500 കൊല്ലം ഇബാദത്ത് ചെയ്ത ഈ മനുഷ്യൻ പോലും അവസാനം അള്ളാന്റെ മുന്നിൽ കിടന്ന് കരഞ്ഞിട്ട് ഈ മനുഷ്യൻ പോലും അള്ളാഹുവിന്റെ കരുണ കൊണ്ടാണ്, പടച്ചവന്റെ ഔദാര്യം കൊണ്ടാണ് സ്വർഗത്തിലേക്ക് കടന്നുപോയതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ കരുണയില്ലാതെ നമുക്ക് സ്വർഗമില്ല. അള്ളാഹുവിന്റെ കരുണയില്ലാതെ നമുക്ക് സ്വർഗമില്ല. അള്ളാന്റെ റസൂൽ പറയുന്നു, സഹാബ, 5 സമയങ്ങളിൽ ഒരു മനുഷ്യന് 5 സമയങ്ങളിൽ ഒരു മനുഷ്യര് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ കരുണ വേണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ 5 അവസരം വരാനുണ്ട്. ഇന്ന് വരെ വന്നിട്ടില്ല, ഇനി വരാനുള്ളതാണ്, ഇനി വരാനുള്ളതാണ്. ഈ 5 സമയങ്ങളിൽ ഒരു മനുഷ്യന് രക്ഷപ്പെടണമെങ്കിലോ അള്ളാഹുവിന്റെ കരുണ കൊണ്ടല്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു 5 അവസരം വരാനുണ്ട്. ഇതുവരെ വന്നില്ല. ഒരു 5 അവസരം വരാനുണ്ട്. ആ 5 അവസരത്തിൽ അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു 5 സമയങ്ങൾ വരാനുണ്ട്. ആ 5 സമയങ്ങളിൽ നിസ്കാര തഴമ്പുണ്ടെന്ന് പറഞ്ഞിട്ടോ, ഹാജിയാരാണെന്ന് പറഞ്ഞിട്ടോ, താടിക്ക് നീളമുണ്ടെന്ന് പറഞ്ഞിട്ടോ, പള്ളിയിലെ ഇമാമാണെന്ന് പറഞ്ഞിട്ടോ, 24 മണിക്കൂറും തസ്ബീഹ് പിടിച്ചുകൊണ്ട് നടക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 5 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ കരുണ വേണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു ആ 5 സമയങ്ങളിൽ രക്ഷപ്പെടുന്നവരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 5 സമയങ്ങൾ ഏതാ നമുക്ക് പഠിക്കാം. ആ 5 സമയങ്ങൾ ഏതാ നമുക്ക് പഠിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ആ 5 സമയങ്ങൾ ഏതാണ്? അള്ളാഹുവിന്റെ കരുണ കൊണ്ടല്ലാതെ ഈ ലോകത്ത് ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയാത്ത ആ 5 സമയങ്ങൾ ഏതാണെന്ന് അള്ളാന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നു, സ്വഹാബാ, ഒന്നാമത്തെ അവസരം ഏതെന്നറിയുമോ? ഒന്നാമത്തെ അവസരം ഏതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താണ്? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? മരിക്കുന്ന സമയത്ത് അവസാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എനിക്കും നിങ്ങൾക്കും വല്ലാത്ത ആഗ്രഹമാണ്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മരിക്കാൻ കിടക്കുന്ന സമയത്തൊരു മനുഷ്യര് ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ പറയാൻ അവന്റെ നാവ് പൊങ്ങണോ? അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ അതിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാൻ ഒരു മനുഷ്യന്റെ നാവ് പൊങ്ങണമെങ്കിൽ അല്ലാഹു കരുണ ചെയ്തവർക്കേ കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നമ്മളൊക്കെ വിചാരിച്ചിരിക്കണം, ഉസ്താദെ എന്നെ കൊണ്ടത് പറ്റൂ ഉസ്താദെ, ഞാൻ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, ഞാൻ പള്ളിക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, ഞാൻ പള്ളിയിലെ ഇമാമ, എൻ്റെ വാപ്പ മുസ്ലിമാ, എൻ്റെ ഉമ്മ മുസ്ലിമാ, ഞാൻ മുസ്ലിമായിട്ടാ ജീവിക്കണേ, എന്നെ കൊണ്ടതിന് കഴിയുമെന്നാണ് നമ്മളിൽ പലരും കരുതുന്നത്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെറുതെയാ. അങ്ങനെ ആരും ഉറപ്പിക്കണ്ട. മരിക്കാൻ കിടക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓസിനങ്ങ് പറയാമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ മോനെ, അത് വെറും തെറ്റിദ്ധാരണയാ.
അങ്ങനെ ആർക്കെങ്കിലും പറയാൻ കഴിയുമായിരുന്നെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം രണ്ടുപേരും കൂടെ ഈ പ്രപഞ്ചത്തിന്റെ മധ്യഭാഗത്ത് അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി വാപ്പയും മകനും കൂടെ ഒരു പള്ളി കെട്ടുകയാണ്. ആദ്യമായിട്ട് പടച്ചറപ്പിനെ ആരാധിക്കാൻ ഇബ്രാഹിം നബിയും തന്റെ പൊന്നുമോനും കൂടെ ഒരു പള്ളി കെട്ടുകയാണ്. രണ്ടുപേരും കൂടെ പള്ളിയുടെ പണി കഴിയുമ്പോ അല്ലാഹുവേ കഅബാലയത്തിന്റെ പണി അങ്ങ് പൂർത്തിയായി കഴിയുമ്പോ ഇബ്രാഹിം നബി തന്റെ പൊന്നുമോനെ പിടിച്ചെടുത്തിരുത്തിയിട്ട് അവിടെ നിന്നൊരു ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ ദുആ പറയുന്നുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അള്ളാഹനെ ആരാധിക്കുന്നതിന് വേണ്ടി ഈ ലോകത്ത് ആദ്യമായിട്ടൊരു പള്ളി കെട്ടിയിട്ട് ഇബ്രാഹിം നബി അള്ളാഹരോട് പറയുന്നു, അല്ലാ ഈ സൽക്കർമ്മത്തിന് സ്വീകരിക്കണേ അല്ലാ. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, റബ്ബേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. ആരാ ദുആ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ ഖലീലാണ്. അല്ലാഹുവിനെ പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ ഇസ്മായിൽ നബിയോട് ഒരൽപ്പം സ്നേഹം കൂടിയപ്പോ അല്ലാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞു, നിന്റെ പൊന്നുമോനെ എനിക്ക് വേണ്ടി അറുത്തു തരാറ്. പടച്ചവനെ അല്ലാഹു പറയുന്നത് കേട്ടുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമകന്റെ കടുപ്പിൽ കത്തിവെച്ചിട്ടറുക്കാ തയ്യാറായ ഇബ്രാഹിം നബിയാണ് അല്ലാഹുവോട് പറയുന്നത്, റബ്ബേ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. ആമീൻ പറയുന്നത് ആരെന്നറിയുമോ? 10 വയസ്സ് പ്രായമുള്ളപ്പോ വാപ്പ ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമകന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, മോനെ അല്ലാഹു നിന്നെ അറുത്തു കൊടുക്കാ പറഞ്ഞിരിക്കുകയാ. എന്റെ പൊന്നുമോന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോ 10 വയസ്സുള്ള പൊന്നുമകൻ തന്റെ വാപ്പയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചിരിക്കുന്ന മുഖത്തോട് അവിടെ നിന്ന് പറഞ്ഞു, تؤمر ستجدني إن شاء الله. അല്ലാഹു പറയുന്നതനുസരിക്കുക ബാപ്പാ, അല്ലാഹു പറയുന്നതനുസരിക്കുക ബാപ്പാ. വിധിയുണ്ടെങ്കിൽ നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാ എന്ന് പറഞ്ഞ ഇസ്മായിൽ നബിയാണ് തന്റെ ബാപ്പ ദുആ ചെയ്യുമ്പോൾ പുറകിലിരുന്ന് ആമീൻ പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഉറപ്പുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ദുആ ചെയ്യുമായിരുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറുമ്പോ യൂസുഫ് നബി ഒരു ദുആ ചെയ്തു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ربي قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما. യൂസുഫ് നബി അല്ലാഹുവോട് പറയുന്നു, അല്ലാ അടിമയായിരുന്ന എനിക്ക് നീ മോചനം തന്നു, എനിക്ക് ഈജിപ്തിന്റെ ഭരണാധികാരം തന്നു, എനിക്ക് സ്വപ്നവ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു തന്നു. ഇതെല്ലാം നിന്റെ ഔദാര്യമാണ് റബ്ബേ. യൂസുഫിന് വേണ്ടതെന്തെന്നറിയുമോ? യൂസുഫിന്റെ അഭിലാഷം എന്തെന്നറിയുമോ? യൂസുഫിന്റെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയോ? തവഫനി മുസ്ലിമാ. ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാറുള്ള ഭാഗ്യം തരണേ അല്ലാ. യൂസുഫ് നബി ചെയ്ത ദുആ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട വാപ്പ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാതിരാത്രി സുജൂദിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് എന്തോ പറയുന്നുണ്ട്. അടുത്ത് ചെന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എന്തെന്നറിയോ? യാ മുകല്ലിബൽ ഖുലൂബ്
ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാ, എന്റെ ഹൃദയം ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും അവിടുന്ന് ദുആ ചെയ്തു പോയെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ എല്ലാവരെ കൊണ്ടും കഴിയില്ല. എത്രയോ ആൾക്കാരുണ്ട് ജീവിതകാലം മുഴുവനും മുസ്ലിമായി ജീവിച്ച് മരിക്കുന്ന സമയത്ത്, ജീവിച്ചിരുന്ന കാലത്ത് മൊത്തോ മുസ്ലിമീങ്ങളാണ്, മുസ്ലിമായി ഇങ്ങനെ ജീവിക്കുകയാണ്. അവസാനം മരിക്കുന്ന സമയത്ത് കാഫിറായി ചത്തുപോയ എത്രയോ ആൾക്കാരുടെ ചരിത്രം നമുക്കറിയാം. അല്ലാഹുവേ, കാഫിറിനെ പോലെ ജീവിച്ചു. അവസാനം മരണസമയം അള്ളാന്റെ ദീനിലേക്ക് കടന്നു വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചുറപ്പിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് കടന്നുപോയി എത്രയോ ആൾക്കാരെ നമുക്കറിയാം. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ നിന്റെ നാവ് പൊങ്ങടോ, നിന്നെ കൊണ്ട് കഴിയില്ല, അല്ലാഹുവിന്റെ കരുണ കൊണ്ടേ കഴിയൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് പറയാം, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയണമെങ്കിൽ അല്ലാഹുവിന്റെ കരുണയില്ലാതെ ഒരാൾക്കും പറയാൻ കഴിയൂല. അല്ലാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും അത് പറയാൻ കഴിയൂല. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ഷഹീദിനെ പോലെ മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഷഹീദായി മരിക്കാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്ക്. ആ കൈപൊക്കാൻ മനസ്സില്ലാത്ത മനുഷ്യനെ എനിക്കൊന്ന് കാണാനാ, ഒന്ന് കൈപൊക്കിക്കേ. ഷഹീദായി മരിക്കാൻ ആഗ്രഹമില്ല അല്ലേ വാപ്പ, ഇനി നീ എവിടെ കിടന്ന് മരിക്കാനിരിക്കുക? അതിനു പോലും മനസ്സില്ലാത്ത ആൾക്കാരില്ലേ? അല്ലാഹു ആലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഷഹീദായി മരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഷഹീദായി മരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം, നിനക്ക് സ്വർഗത്തിലും പോകാം, നിനക്ക് ഇഷ്ടമുള്ള 70 പേരെയും കൊണ്ടുപോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇങ്ങനെ മനുഷ്യൻ നീ മാത്രമല്ല പോണേ, നിനക്ക് ഇഷ്ടമുള്ള 70 എണ്ണത്തിനെ കൊണ്ടുപോകാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഷഹീദായി മരിക്കാൻ ആഗ്രഹമുള്ള ഒരു കൈവക്ക്. യുദ്ധക്കളത്തിലൊന്നും പോകണ്ട, യുദ്ധത്തിനൊന്നും പോകണ്ട. ഷഹീദായി മരിക്കാൻ ആഗ്രഹമുള്ള ഒരു കൈവക്ക്. വഴി പറഞ്ഞുതരാം. നല്ല പോലെ പൊക്കിക്ക്. എന്തിനാ പിശുക്കത്തരം കാണിക്കണേ? നല്ല പോലെ പൊക്ക്. അല്ലാഹു കാക്കുമാറാകട്ടെ. 2 വരിയുള്ള ഒരു ദുആ പറഞ്ഞാൽ മതി, നിനക്കതിനുള്ള ഭാഗ്യം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? പറ മനുഷ്യന്മാരെ, 2 വരിയുള്ള ഒരു ദുആ എല്ലാ ദിവസവും പറഞ്ഞാൽ മതി. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പറഞ്ഞൂടെ? പറഞ്ഞൂടെ? നിങ്ങളൊന്ന് നേരെ ഇരുന്നേ. ഇതിലെങ്ങനെയല്ല ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണോ? എങ്ങനെ ഇരിക്കണം? നേരെ ഇരി മനുഷ്യന്മാരെ. നാളെ ഇവിടെ ആരാപ്പ വലു പറയുന്നേ? അൻവർ മുഹീദി ഉസ്താദ് വലു പറയും. ഇവിടെ പള്ളി എവിടെ? കബറടക്കണ പള്ളി. ക്ലാപ്പനെ വരെ പോണമില്ലേ? ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ കേൾക്കുമോ? കേൾക്കൂല. നാളെ പള്ളിക്കാട്ടി കിടക്കാനുള്ളതാ. നേരെ ഇരിക്കുക. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. എന്തേ പോണ്ടേ? പോകണ്ടേ? എല്ലാവർക്കും അറിയാം മരിക്കൂന്നില്ലേ? മരിക്കൂലേ? ഉറപ്പല്ലേ? സംശയം വല്ല ഉണ്ടാ? മരിക്കൂന്ന് ഉറപ്പുള്ള ഒരു കൈ പൊക്കിക്കേ. എല്ലാവർക്കും അറിയാം മരിക്കൂന്ന്. പിന്നെ എന്തേ നന്നാകാത്തെ? എല്ലാവർക്കും അറിയാം മരിക്കുമെന്ന്, പിന്നെ നന്നാകാത്ത എന്താ? ഇപ്പോഴങ്ങ് മരിക്കുമല്ലോ ഉസ്താദെ. അതാ കാസർഗോഡ് ജില്ലയിൽ വിവാഹം കഴിഞ്ഞിട്ട് എന്തിനാ അങ്ങ് വരെ പോകുന്ന? നിങ്ങളുടെ ഈ അടുത്ത ഇവിടെ വലിയ ഒരു ചെറുപ്പക്കാരൻ, എനിക്ക് ഓർമ്മയുണ്ട്, എന്തോ സ്ഥലം, സംസാരിക്കാൻ കഴിവില്ലാത്തൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. വയലിന് പോകുമ്പോൾ എഴുതി തരും, ഉസ്താദെ നല്ലൊരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരൻ്റെ കല്യാണം കഴിഞ്ഞു. പത്തനാപുരത്ത് നിന്നാ പെണ്ണ് കെട്ടിയത്. സംസാരിക്കാൻ കഴിവില്ലാത്തൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു. കല്യാണം കഴിച്ചു. വിവാഹത്തിൻ്റെ 7ാമത്തെ രാത്രി മണിയറയിൽ കയറിയതാ. പിന്നെ ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റില്ല. അന്ന് രാത്രി അവനൊരു തലവേദന പോലും ഇല്ലായിരുന്നു. അല്ലാഹു പൊന്നുമോൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഇത്ര വിലയേ ഉള്ളൂ. 8 കൊല്ലം മക്കളില്ലാതെ ദുആ ചെയ്തു കാത്തിരുന്നിട്ട് അല്ലാഹു ഒരു പെൺകുട്ടിയെ കൊടുത്തു. 32 വയസ്സുള്ള ചെറുപ്പക്കാരൻ കൊല്ലങ്ങൾ കാത്തിരുന്നിട്ടൊരു പൊന്നുമോളെ കിട്ടി. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അല്ലാഹുവേ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കയ്യിലെടുത്തു വെച്ചിട്ട് ഇങ്ങനെ വാങ്ക് വിളിക്കുക.
തൻ്റെ പൊന്നുമോളെ എടുത്തിങ്ങനെ ചെവിയിൽ ബാങ്ക് വിളിച്ചു, ഹയ്യ അലസ്സലാ. അവിടെ എത്തിയപ്പോൾ ശരീരം ഒന്ന് എന്തോ പോലെ ഒന്ന് വല്ലാത്ത ബുദ്ധിമുട്ട്. തൻ്റെ പൊന്നാര കുഞ്ഞിൻ്റെ ചെവിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ എന്തോ ഒരു പ്രയാസം. അടുത്തിരുന്ന ആളുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് പറഞ്ഞൊന്ന് വിളിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കസേരയിലൊന്ന് ചാരിയിരുന്നതാ. ഇന്ന് 6 അടി മണ്ണിനകത്താ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ജീവിതത്തിന് എത്ര വിലയേ ഉള്ളൂ. ഇതെല്ലാവർക്കും അറിയാം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എല്ലാവരും മടങ്ങി പോകണം, അള്ളാഹിൻ്റെ മുന്നിൽ പോകേണ്ടവനാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്കറിയാം. പിന്നെ ഈ നന്നാകാനുള്ള മനസ്സില്ലാത്തതിൻ്റെ കാരണം എപ്പോഴും ഇങ്ങനെ ഒരു തോന്നലുണ്ട്. സിറാജെ 31 വയസ്സേ ആയുള്ളടാ, 50 60 ഉള്ളവർ നടക്കുന്നടാ, നിനക്ക് സമയമായില്ല. എന്നോട് പറയണത് നിനക്കിനി ഒരുപാട് അവസരമുണ്ട്, പ്രായമുള്ളവരൊക്കെ നടക്കാണ്ടില്ലേ, ഇനിയും നീ ഒരുപാട് കാലം ജീവിക്കുമെന്നും അങ്ങനെ ആരോ പറഞ്ഞു തരുന്നുണ്ട്. ആ തോന്നല നമുക്ക് നന്നാകാൻ മനസ്സ് തരാത്തത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നാ തോന്നലൊന്നും വേണ്ടട്ടാ, അധികം ആർക്കും ആ തോന്നലൊന്നും വേണ്ട. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. അള്ളാഹു നന്നാവാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു മരണത്തെ മനസ്സിലാക്കി, മരണമെത്തുന്നു എന്ന് മനസ്സിലാക്കി മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് ഒരുങ്ങിയിരുന്നിട്ട് പോകാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അറിയാൻ കഴിയോ, നല്ല ആൾക്കാർക്ക് 40 ദിവസം മുമ്പേ മരണം അറിയാൻ പറ്റൂന്നാ. അള്ളാഹു നമുക്ക് അറിയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു മനുഷ്യൻ്റെ മരണം എത്തി എന്നറിയാൻ വല്ല വഴിയുണ്ടോ? നിങ്ങൾ പറയണം, വല്ല വഴിയുണ്ടോ? ഇല്ലേ? മരണത്തിന് വല്ല അടയാളമുണ്ടോ? പറ മനുഷ്യന്മാരെ, ഉണ്ടോ ഇല്ലേ? എന്തിപ്പോ പെണ്ണുപിള്ളെടുത്ത് പിണങ്ങിയിരിക്കണോ ഇരിക്കണേ? ഈ മനുഷ്യൻ മരണം എത്തി എന്നറിയാൻ വല്ല വഴിയുണ്ടോ? അടയാളം ഉണ്ടോ? നിങ്ങൾക്കൊക്കെ പോകാൻ സമയമായോ ഇല്ലയോ എന്നറിയാൻ വഴിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബാക്കിയുള്ളവരുടെ കാര്യം പോട്ടെ, നിങ്ങളുടെ കാര്യം. ബൈക്കിൻ്റെ മുകളിൽ ഇരിക്കണ കാക്കാമാരൊക്കെ കേട്ടോ, സ്വർഗം കണ്ണിൻ്റെ മുന്നിൽ കാണുമ്പോൾ കയറിയിരിക്കാൻ വയ്യാതിരിക്കുക അല്ലേ? ഇരുന്നോ ഇൻഷാ അല്ലാഹ്. ആഗ്രഹം എന്താ വക? എല്ലാവരുടെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാ. എല്ലാവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാ. എന്നാൽ ദുനിയാവി സ്വർഗം കണ്ട് കയറിയിരി ഇല്ലല്ല, ഞാൻ വെളിയിൽ നിൽക്കത്തുള്ളൂ പടച്ചോനെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്. ഈ അടയാളം കേട്ടിട്ട് ഇരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്ക്. 3 അടയാളം. ഈ 3 അടയാളം വന്നിട്ടുണ്ടെങ്കിൽ ക്ലാപ്പന പള്ളിയിൽ കവർ വെട്ടാൻ സമയമായി. അള്ളാഹു നന്നാവാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിനക്ക് കുഴി വെട്ടാൻ സമയമായോ ഇല്ലയോ എന്ന് അറിയാനുള്ള വഴിയാ. ഇങ്ങോട്ട് നോക്ക്, തിരിഞ്ഞു നോക്കാതെ മനുഷ്യന്മാരെ ഇങ്ങോട്ട് നോക്ക്. ഒന്ന് ബയാലു ശഅരിക ബഅദ സവാദിഹി. നല്ലതുപോലെ നോക്ക്, തലയിലും താടിയിലും ഒന്ന് നോക്കിക്കോ. എൻ്റെ ഉമ്മ പെങ്ങന്മാരെല്ലാവരും തലയിൽ നോക്ക്. നിന്റെ തലയിലെ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള രോമം കാണുന്നുണ്ടെങ്കിൽ കുഴി വെട്ടാൻ സമയമായി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. തലയിലും താടിയിലൊക്കെ ഇങ്ങനെ നോക്കണമെന്ന് വല്ലപ്പോഴും വല്ല വെള്ളയും കാണുന്നുണ്ടോന്ന്. വെളുത്ത രോമം വല്ലതും കാണുന്നുണ്ടെങ്കിൽ പൊരുത്തം ചോദിക്കേണ്ടവരോടൊക്കെ ചോദിച്ചോ, കടം വീട്ടേണ്ടവരൊക്കെ വീട്ടിക്കോ, തൗബ ചെയ്യണമെങ്കിൽ ഇത് ചെയ്തോ. ചിലപ്പോൾ സമയം കിട്ടൂല, പെട്ടെന്ന് പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ എന്താപ്പാ അല്ലേ, മുടി നരയ്ക്കാൻ ഉസ്താദ് ഇപ്പം പാവം എല്ലാം നരച്ചിരിക്കാം. നിങ്ങൾക്ക് നരച്ചിട്ടുണ്ട്, പേടിക്കണ്ടട്ടാ. ഉസ്താദിന്റെ പിന്നെ മൊത്തം നരച്ചിരിക്കാം. പാവം, അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. മുടി നരയ്ക്കുക മനുഷ്യൻ, നീ ക്ലീൻ ഷേവ് ചെയ്തിട്ടടക്ക അല്ലേ? പലരും ക്ലീൻ ഷേവ് ചെയ്തിട്ട്, ചെറുപ്പക്കാരൻ നിന്റെ പെണ്ണുമ്പിള്ള പറയും ഇക്ക പിഴുതേരക്ക ഇല്ലേ, മുടി പിഴുത് കളയ അല്ലേ? മരണത്തിന്റെ 1ാമത്തെ അടയാളവാ. ഒന്ന് നല്ലതുപോലെ നോക്ക്, ഒരെണ്ണമെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നന്നായിക്കോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2ാമത്തെ അടയാളം, അസുഖങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അസുഖമില്ലാത്ത, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും BP ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും രോഗമുണ്ട്. ഇന്ന് രോഗം ഇല്ല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മോഡൽ. ഇന്ന് രോഗം എന്ന് പറയുന്ന ഒരു ഫാഷനാ. ചോദിക്കടാ, കൊളസ്ട്രോൾ ഇല്ലേടാ? ഇല്ല. എന്ത് മനുഷ്യനടാ നീ, കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ എന്തില്ലേ? നിത്യമായിട്ടുള്ള രോഗങ്ങൾ മരണത്തിന്റെ അടയാളവാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3ാമത്തെ അടയാളം, പഴയതുപോലെ ഓടാനും ചാടാനും ഒന്നും വയ്യ. കസേരയിലെ അവസ്ഥ, നിസ്കാരം നടുവേദനയാ. കസേരയിൽ ഇരുന്നിട്ട് നിസ്കരിക്കണേ, കുനിയാൻ വയ്യ. അള്ളാഹുബെ പടച്ചൻ ഇങ്ങനെ നെഞ്ചു വിരിച്ച് നടന്ന മനുഷ്യനെ ഇപ്പം ഇങ്ങനെ കുനിഞ്ഞു തുടങ്ങി, ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. മരണത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഏകദേശം തീരുമാനമായില്ലേ? ഇന്ന് നേരം വെളുപ്പിച്ച് അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെറുപ്പക്കാരൻ ഇരുന്ന് ചിരിക്കുന്നു, സിറാജ് ഉസ്താദെ എൻ്റെ മുടി നരച്ചില്ല ഉസ്താദെ,
എന്റെ മുടിയും നരച്ചിട്ടില്ല, എനിക്കൊരസുഖവും ഇല്ല, ഞാൻ ഇപ്പോഴും യുവത്വ ഗ്ലാമറൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എടാ അനിയ, ചിരിക്കാൻ വരട്ടെ, ഇത് മൂന്നും വേണോന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടാ. മുടി നരക്കണോന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ഇതൊന്നും വേണ്ട, ഒറ്റയടിക്ക് അങ്ങ് പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരിക്കുന്ന സമയം എത്ര വലിയ മനുഷ്യനാണെങ്കിലും, എത്ര വലിയ കഴിവുള്ളവനാകണം, പണ്ഡിതനാകട്ടെ, ഏതൊരു മനുഷ്യനാണെങ്കിലും മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ദിക്ർ ഒരേ ഒരു പ്രാവശ്യം പറഞ്ഞ സ്വർഗമാണ്. ലക്ഷക്കണക്കിന് പ്രാവശ്യം വേണ്ട, കോടിക്കണക്കിന് പ്രാവശ്യം വേണ്ട. ഈ തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് മലക്കുൽ മൗത്ത് റൂഹ് പിടിച്ച് കടന്നു വരുമ്പോ ഒരേ ഒരു പ്രാവശ്യം പറഞ്ഞാ മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞാൽ, ഇത് പറയാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിന്റെ കരുണ കിട്ടിയവർക്കല്ലാതെ പറയാൻ കഴിയില്ലെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അല്ലാഹുവേ, പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ മോഹമുണ്ടോ? മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആഗ്രഹമുണ്ടോ? രണ്ട് കാര്യങ്ങളോടുള്ള ആർത്തി കളഞ്ഞാൽ, രണ്ട് കാര്യങ്ങൾ മനസ്സിൽ നിന്ന് വലിച്ചെറിഞ്ഞാൽ നിനക്ക് നല്ല മരണം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളോടുള്ള ആഗ്രഹം കളഞ്ഞാൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞേക്കണം, ഞാൻ നിർത്തിയേക്കും കേട്ടാ. ബോറടിച്ച് തുടങ്ങുമ്പോൾ പറയണം. ഒന്ന് ഇൻഷാ അല്ലാഹ് രണ്ട് കാര്യം പറ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, ഈമാനോടുകൂടി മരിക്കാൻ നിനക്ക് മോഹമുണ്ടോ? നീ നിന്റെ ഹൃദയത്തിൽ നിന്ന് വലിച്ചെറിയേണ്ട രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അത് പണത്തിനോടുള്ള ആർത്തിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പണത്തിനോടുള്ള മോഹം കളഞ്ഞാൽ, സമ്പത്തിനോടുള്ള ആർത്തി കളഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവരെ, പണത്തിനോടുള്ള ആർത്തി വന്നു കഴിഞ്ഞാൽ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും, എത്ര വലിയ ദരജയിലെത്തിയ മനുഷ്യനാണെങ്കിലും ആ മനുഷ്യൻ അല്ലാഹു ഒരു നല്ല മരണം കൊടുക്കൂല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി ഓടുകയാണ്. നമസ്കാരം കഴിയുമ്പോ സഅലബ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എല്ലാ ദിവസവും ഈ കാഴ്ച കാണുകയാ. അല്ലാഹുവിന്റെ പ്രവാചകർ ഒരു ദിവസം എഴുന്നേറ്റ് പോകുമ്പോ അവിടുന്ന് ചോദിച്ചു, സഅലബ, നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് ഓടുകയാണല്ലോ, നിനക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാനൊന്നുമില്ലേ? ആ സമയത്ത് സഅലബ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ചോദിക്കാൻ ഒരുപാട് കാര്യമുണ്ട് നബിയേ. പിന്നെ എന്തിനാണ് ഇറങ്ങി ഓടുന്നതെന്നറിയുമോ? ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുന്നത് എന്റെ ഭാര്യ കാത്തു നിൽക്കുകയാ നബിയേ. എന്തിനെന്നറിയോ? ഞാനൊരു പാപപ്പെട്ടവനാ നബിയേ. ഞാൻ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം കൊണ്ടുപോയി എന്റെ ഭാര്യക്ക് കൊടുത്തിട്ട് വേണം അവൾക്കത് അത് ധരിച്ചിട്ട് നിസ്കരിക്കാൻ. എനിക്കും എന്റെ ഭാര്യക്കും നമസ്കരിക്കുന്ന സമയത്ത് ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രമില്ല നബിയേ. ഞാൻ പാപപ്പെട്ടവനാ നബിയേ. എനിക്കൽപ്പം പണം കിട്ടാറ്, എനിക്കൽപ്പം സമ്പത്ത് കിട്ടാറ് ഒന്ന് ദുആ ചെയ്യുമോ എന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഅലബ, അല്ലാഹുവേ, ഒരേ ഒരു വസ്ത്രം ഭാര്യക്കും ഭർത്താവിനും ധരിക്കാറ് ആ പാവപ്പെട്ടവനാണ് പറഞ്ഞത് എനിക്ക് വേണ്ടി എന്ന് ദുആ ചെയ്തബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പണം വേണ്ട സഅലബ, പണം വേണ്ട സഅലബ, പണം കൂടിയാ നീ അല്ലാഹനെ മറക്കും, പണം കൂടിയാ നീ അല്ലാഹനെ മറക്കും. സഅലബ ചോദിച്ചു, നബിയേ,
ഞാൻ അങ്ങയുടെ അനുചരനല്ലേ, ഞാൻ അങ്ങയുടെ അനുചരനല്ലേ, ഞാൻ അല്ലാഹനെ മറക്കുവോ നബിയേ, ഞാൻ അല്ലാഹനെ മറക്കുവോ നബിയേ? എനിക്ക് അല്ലാഹു സമ്പത്ത് തന്നോ, ഞാൻ പാപങ്ങൾക്ക് കൊടുക്കുമല്ലോ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുമല്ലോ. പ്രവാചകൻ പറഞ്ഞു, വേണ്ട സാലബ, എവിടെ വെച്ച് കണ്ടാലും സാലബ അല്ലാഹുവിന്റെ റസൂലിനോട് ദുആ ചെയ്യാ പറയുകയാ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്തു. സാലബയ്ക്ക് അല്ലാഹു അനുഗ്രഹം നൽകുകയാണ്, അല്ലാഹു ബർക്കത്ത് നൽകുകയാണ്. സാലബയ്ക്ക് പണം കൂടി. 5 നേരം പടച്ചറപ്പിന്റെ പള്ളികൾ വന്ന് നിസ്കരിച്ച സാലബയുണ്ടല്ലോ, പിന്നെ സമയമില്ലാതായി. 5 4 3 2 1 പിന്നെ പള്ളിയിൽ വരാതെയായി. ആഴ്ചയിൽ ഒരിക്കലായി, മാസത്തിൽ ഒരിക്കലായി. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പുറകെ നിന്ന് നിസ്കരിച്ച സഹാബിയ, പ്രവാചകൻ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറഞ്ഞ സഹാബിയ. ഈ സഹാബിയെ മറ്റുള്ളവർ വിളിച്ചിരുന്നത് പള്ളിയുടെ മാടപ്രാവെന്ന്, പള്ളിയുടെ മാടപ്രാവെന്ന് പേര് വിളിച്ച സാലബ അവസാനം ഒരു കാഫിറിനെ പോലെ ചത്തുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള മുസ്ലിമേ, പണത്തിനോടുള്ള ആർത്തി വേണ്ട, സമ്പത്തിനോടുള്ള മോഹം വേണ്ട. എങ്ങനെയും പണമുണ്ടാക്കണമല്ലോ, അത് പിടിച്ചു പറിച്ചിട്ടാകട്ടെ, കള്ളത്തരം കാണിച്ചിട്ടാകട്ടെ, പലിശ കച്ചവടം നടത്തിയിട്ടാകട്ടെ, കള്ള് കച്ചവടം നടത്തിയിട്ടാകട്ടെ, ലോട്ടറി എടുത്തിട്ട് പെട്ടെന്ന് പണക്കാരനാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് കഞ്ചാവ് കൊടുത്തിട്ടാകട്ടെ, കൊട്ടേഷൻ പണി നടത്തിട്ടാകട്ടെ, എന്റെ പ്രിയപ്പെട്ട യുവത്വരേ, എല്ലാവരും പണം പണം എന്ന് പറഞ്ഞുകൊണ്ട് അത് വാരിക്കൂട്ടാനുള്ള പരക്കം പാച്ചിലില്ല. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആർക്ക് വേണമെടാ പൊന്നുപോര്? നിന്റെ വാപ്പ പോയപ്പോ എന്തുകൊണ്ട് പോയടാ? നിന്റെ ഉമ്മ പോയപ്പോ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ ഉമ്മയും വാപ്പയും പോയടാ. നിനക്കെന്ത് കൊണ്ടുപോനാ മുന്നുപോര്? നീ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രം ധരിച്ച് പടക്കാരനായ നിന്റെ പ്രിയപ്പെട്ട വാപ്പാട് 6 മണ്ണിനകത്ത് കൊണ്ടുവച്ചിട്ട് പിടിമണ്ണ് വാരി എറിഞ്ഞത് മറക്കല്ലോ യുവത്വമേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, പടച്ചവരെ, പണമാണ് വേണ്ടത്. പണമെന്ന് പറഞ്ഞിട്ട് ഏത് വഴിയിലൂടെയും തന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നവരാ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല. പലിശക്കെടുക്കുന്നവരുണ്ട്, പടച്ചവരെ, പലിശ കച്ചവടം നടത്തുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട യുവത്വരേ, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾക്ക് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പണം കൊണ്ടെന്ത് നേടാരാ? സമ്പത്ത് കൊണ്ടെന്ത് നേടാരാ? എന്റെ പ്രിയപ്പെട്ടവർക്ക് പഠിക്കാനൊരു പണക്കാരന്റെ ചരിത്രം പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ മിസ്അബ് റളിയല്ലാഹു തആല നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ മിസ്അബിനെ കാണുമ്പോ അവിടെ ഇരുന്നു കൊണ്ട് കരയുകയാണ്. കണ്ണ് നിറഞ്ഞിട്ട് താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ താഴേക്ക് വീഴുകയാണ്. മിസ്അബ് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകനിരുന്ന് കരയുന്നത് കണ്ടപ്പോ അടുത്തു വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, എന്തിനാ നബിയേ കരയുന്നത്? എന്തിനാ നബിയേ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മിസ്അബേ, നിന്റെ പഴയകാലം എനിക്ക് ഓർമ്മ വന്നു മിസ്അബേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരാടാ പൊന്നുപോരെ മിസ്അബ്? പഠിക്കേണ്ട ചരിത്രമാണ്. ആരാണ് മിസ്അബ് റളിയല്ലാഹു തആല എന്നറിയോ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു. സ്വർണത്തിന്റെ വസ്ത്രമാടാ ധരിക്കുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ പോലും സ്വർണത്തിന്റെ വസ്ത്രം ധരിക്കാറില്ല. സാക്ഷാൽ അംബാനി പോലും ധരിക്കാറില്ല, യൂസഫ് അലി ധരിക്കാറില്ല. എങ്കിലും മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ഒരു സുഗന്ധം ഒരിക്കലേ നോക്കൂ. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നുപോയാ മുന്നിലും പുറകിലും
അടിമകൾ ഇങ്ങനെ നടക്കുമായിരുന്നു. മിസ്അബ് റളിയല്ലാഹു തആല കുതിരയുടെ മുകളിൽ ഇരുന്ന് പോകുന്നത് കാണാ. മക്കയിലെ പെണ്ണുങ്ങള്, സുന്ദരികളായ പെണ്ണുങ്ങള് റോഡിന്റെ ചാരത്ത് വന്ന് കാത്തിരിക്കുമായിരുന്നു. യുവത്വേ, ഈ കോടീശ്വരന്റെ മകനായ മിസ്അബ് റളിയല്ലാഹു തആല ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഉപദേശം കൊടുത്തു. അവസാന പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ആരുമറിയാതെ മുസ്ലിമായി നടക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയുമോ? മിസ്അബ് തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത്, മിസ്അബ് തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് തന്റെ പ്രിയപ്പെട്ട ഉമ്മാനെയായിരുന്നു. ഉമ്മാനെ വല്ലാത്ത പേടിയാ, ഉമ്മാനെ വല്ലാത്ത പേടിയാ. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് നിന്ന് മിസ്അബ് ഇറങ്ങി വരുന്നത് വീട്ടിലെ ഒരു പണിക്കാരൻ കണ്ടു. ഉമ്മാന്റെ അടുക്കൽ പോയി പറഞ്ഞു, എന്റെ പ്രിയമുള്ള യുവത്വേ, മിസ്അബ് റളിയല്ലാഹു തആല വീടിന്റെ അകത്ത് കെട്ടിക്കിട്ടിരിക്കുകയാണ്, പട്ടിണിക്കിട്ടിരിക്കുകയാണ്. വീട്ടിലെ പണിക്കാർ മുഴുവനും മിസ്അബിനെ തല്ലുകയാ. ഉമ്മയാണ് തല്ലാ പറയുന്നത്. അല്ലാഹുവേ, മുസ്ലിമായതിന്റെ പേരില് മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പട്ടിണിക്കെട്ട് തല്ലിച്ചെടുക്കുകയാ. എന്ത് ചെയ്തിട്ടും തന്റെ പൊന്നുമകന് മാറ്റമില്ലാതെ വന്നപ്പോ അവസാനം മിസ്അബിനെ തല്ലി ചതച്ചിട്ട് വീടിന്റെ വെളിയിലേക്ക് കൊണ്ട് വലിച്ചെറിയുകയാണ്. മിസ്അബ് റളിയല്ലാഹു തആല കൊട്ടാരത്തിന്റെ മുന്നിൽ നിന്നിറങ്ങി പോകുമ്പോ ഉമ്മ വിളിച്ചു, മിസ്അബേ, ഇവിടെ നിന്നിറങ്ങിപ്പോയാൽ എന്റെ സമ്പത്തിൽ നിന്ന് ഒരൽപ്പം പോലും നിനക്ക് തരില്ല മിസ്അബേ. ഈ മക്കയുടെ പകുതിയും എന്റേതാടാ, ഈ മക്ക രാജ്യത്തിന്റെ പകുതിയും എന്റേതാ. നിനക്കെന്റെ സമ്പത്തിൽ നിന്ന് ഒരൽപ്പം പോലും നിനക്ക് തരില്ല എന്ന് പറയുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല എഴുന്നേറ്റ് നിന്ന് ധരിച്ചിരുന്ന കമീസോറുകയാണ്, ഇട്ടിരുന്ന വസ്ത്രമൂറുകയാണ്. എന്നിട്ട് തന്റെ ഉമ്മായുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, ഉമ്മാ, ഇത് നിങ്ങളുടെയാണ്, ഇത് നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് വാങ്ങിയതാണ്, എനിക്കിതുപോലും വേണ്ട. ധരിച്ചിരുന്ന വസ്ത്രമൂരി തന്റെ ഉമ്മയുടെ കയ്യിൽ കൊടുക്കുമ്പോ ഉമ്മ പറഞ്ഞു, മിസ്അബേ, ഇനി ഒരിക്കപ്പോലും നീ എന്നെ ഉമ്മ എന്ന് വിളിക്കല്ലേ. എന്നെ ഉമ്മ എന്ന് നീ ജീവിതത്തിൽ ഒരിക്കൽ പോലും വിളിക്കാ പാടില്ല. ഞാൻ മരിച്ചാ പോലും വരല്ലേടാ, ഞാൻ മരിച്ചാ പോലും എന്നെ കാണാ വരല്ലേ. ഒരിക്കലും നീ നന്നാകില്ലടാ, ഒരിക്കലും നീ നന്നാകില്ലടാ. മിസ്അബ് റളിയല്ലാഹു തആല വേദനിക്കുന്ന മനസ്സോട് അല്ലാഹു എവിടെ നിന്നിറങ്ങി പോവുകയാണ്. എന്തിനാണ് പ്രവാചകനെ കരഞ്ഞതെന്നറിയോ? ഈ മിസ്അബ് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് നടന്നു വരുമ്പോ ഒരു അല്ലാഹുവേ, ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാ. ധരിക്കാ വസ്ത്രമില്ല, ധരിക്കാ വസ്ത്രമില്ല, ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാണ്. ആ പുതപ്പിന്റെ അവസ്ഥ എന്തെന്നറിയോ? 62 സ്ഥലങ്ങളെ കീറിയിട്ട് തച്ചു വെച്ചിരിക്കുകയാ. സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച മിസ്അബ് എന്ന ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഒരു പുതപ്പ് 62 സ്ഥലങ്ങളെ തച്ചു വെച്ചിരിക്കുകയാണ്. ഈ പുതപ്പും ധരിച്ചാണ് കടന്നു വന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മിസ്അബേ, എന്റെ കോലമാ മിസ്അബേ, നിനക്കൊരു നല്ല വസ്ത്രം ധരിച്ചുകൂടൂ? ആ സമയത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാണ് ഇതുപോലെ നടക്കുന്നതെന്നറിയോ? സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാരാ, സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാരാ. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാനുള്ള മോഹം കൊണ്ടാരബിയോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. സഹാബത്ത് മുഴുവനും ജനാസകൾ ഇങ്ങനെ അതാ കഫൻ പൊതിയുമ്പോ ഒരു ജനാസ ചുമന്നുകൊണ്ട് ഇലാ ഹദ്റത്ത് റസൂലുള്ളാഹ്
അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ടൊരു ജനാസയുമായി സഹാബത്തോടുകയാണ്. റസൂലുള്ളാഹിന്റെ മുന്നിൽ ജനാസ കൊണ്ടുവച്ചു. ആരുടെ ജനാസ എന്നറിയോ? മഹാനായ മിസ്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസയോ. പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? യാ റസൂലല്ലാഹ്, മയ്യത്ത് പൊതിയാൻ തുണി തികയുന്നില്ല നബിയേ. സ്വർണ്ണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച് മിശബെന്ന് പറയുന്ന ചെറുപ്പക്കാർ അവിടുന്ന് തലപൊതിയുമ്പോ കാലുപൊളിയില, കാലുപൊതിയുമ്പോ തലപൊളിയില. പടച്ചവനെ കഫൻ പൊതിയാനുള്ള തുണി പോലും തികയാതെ വന്നു. അള്ളാഹുവിന്റെ പ്രവാചകർ അവിടുന്ന് പറഞ്ഞു, സഹാബ തലപൊതി, സഹാബ തലപൊതി, സഹാബ. സഹാബത്ത് കഫൻ പൊതിയുകയാണ്. രണ്ടു കാലം വെളിയിൽ കിടക്കുകയാ. കാലിൽ പൊതിയാ തുണിയില്ല, കാല് പൊതിയാ കഫൻ തുണിയില്ല. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകർ ഉഹുദിന്റെ രണാങ്കണത്തിൽ നിന്ന് അവിടുന്ന് പറഞ്ഞു, സഹാബ പുല്ല് പറിച്ചു കൊണ്ടുവാ, സഹാബ പുല്ല് പറിച്ചു കൊണ്ടുവാ, സഹാബ. പുല്ല് കുറിച്ചു കൊണ്ടുവന്ന് മിസ്ബെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കാലിൽ വെച്ചിട്ട് അവിടുന്ന് പൊതിയുകയാ, അവിടുന്ന് കെട്ടുകയാ. അവസാനം മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. ആറടി മണ്ണിനകത്തേക്ക് മയ്യത്തിറക്കുമ്പോ മിസ്ബെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കാലിൽ കെട്ടിവെച്ചിരുന്ന പുല്ലുണ്ടല്ലോ, അതങ്ങടിഞ്ഞു വീഴുകയാ, അതങ്ങടിഞ്ഞു വീഴുകയാ. ജനാസ കയ്യിൽ വെച്ചുകൊണ്ട് സ്വഹാബത്ത് കരയുകയാണ്. എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്ന് കരഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ വാല് കേൾക്കാൻ ഒഴുകിയെത്തിയ മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വമിനന്നാസ് മയ്യസീ നഫ്സഹു ബിത്തിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുർ ബിൽ ഇബാദ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, മോനെ മരിച്ചാൽ ഇതുപോലെ മരിക്കണമടാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ മിസ്ബ് പോയതുപോലെ പോകണമടാ. പടച്ചുറപ്പ് തന്ന ജീവിതം അല്ലാഹു കൊടുത്തിട്ട് പകരം സ്വർഗം വാങ്ങി മരിക്കുന്ന സമയം സ്വർഗം കണ്ടിട്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകുന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ പണത്തിന്റെ പുറകെ ഓടല്ലോ, സമ്പത്തിന്റെ പുറകെ ഓടല്ലോ. അത് നിന്റെ നാശമാ, അത് നിന്റെ നാശമാ. അല്ലാഹുവേ, പടച്ചവരകിന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് കിട്ടുന്നത് കൊണ്ട് ജീവിക്കാൻ അറിയില്ല. പണത്തിനോട് വല്ലാത്ത ആർത്തിയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. വിശക്കുന്ന വയറോട് പ്രവാചകൻ ചോദിച്ചു, ആയിഷ കടിക്കാൻ വല്ലതും തായിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനെ ഭക്ഷണം ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഭക്ഷണം ചോദിക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നിന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് കാര്യം മനസ്സിലായി, കഴിക്കാൻ ഭക്ഷണമില്ലെന്ന് മനസ്സിലായി. പ്രവാചകൻ പറഞ്ഞു, ആയിഷ കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും തായിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മുഖം പൊത്തിപ്പിടിച്ചിട്ട് നിന്ന് കരയുകയാണ്. കാരണം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കുടിക്കാൻ അല്പം വെള്ളം കൊടുക്കാൻ പോലുമില്ല. അല്ലാഹുവിന്റെ റസൂൽ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ആയിഷ കരയല്ലേ ആയിഷ, ഇന്ന് സുന്നത്ത് നോമ്പ് പിടിച്ചുകൊള്ളാം ആയിഷ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥയാ ആയിഷ ബീവി പറയുന്നുണ്ട്, എന്റെ വീടിനകത്തെങ്ങാനും വിളക്കിനകത്തൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കാരണം ഞാനതെടുത്ത് കുടിക്കുമായിരുന്നു സാബോ. വിളക്കിലൊടിക്കുന്ന എണ്ണയെടുത്ത് കുടിക്കണമെങ്കിലോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്താകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, റബീഉൽ അവ്വൽ 11, വൈകുന്നേര സമയമായപ്പോ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് വിളിക്കുന്നു, ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത്? ആയിഷ ബീവി മാറി നിന്ന് കരയുകയാണ്. കാരണം എന്തെന്നറിയുമോ? വിളക്കിലൊടിക്കുന്ന എണ്ണയില്ല.
വിളക്കിലൊഴിക്കാൻ എണ്ണയില്ല. അള്ളാന്റെ റസൂലിന്റെ വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നു. അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത്? യാ റസൂലല്ലാഹ്, വിളക്കിലൊഴിക്കാൻ എണ്ണയില്ല നബിയേ. വിളക്കിനകത്തൊടിക്കാനുള്ള എണ്ണ പോലുമില്ലായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടികെട്ട് നടന്നു പോകുമ്പോ മറൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്തിനാ പട്ടിണി കിടക്കുന്നത്? കണ്ടിട്ട് സഹിക്കുന്നില്ല നബിയേ, കണ്ടിട്ട് സഹിക്കുന്നില്ല നബിയേ. ഈ കാണുന്ന ഉഹദ് മലയുണ്ടല്ലോ, ഞാൻ സ്വർണ്ണമാക്കി തരാ നബിയേ, കൊണ്ട് നടക്കണ്ട, കൂടെ വരും നബിയേ. ഈ സ്വർണ്ണമല എവിടെ പോയാലും കൂടെ വരും നബിയേ, ഒന്ന് അനുവാദം തരുവോ നബിയേ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ജിബ്രീൽ, എനിക്ക് പണം വേണ്ട ജിബ്രീൽ, എനിക്ക് സമ്പത്ത് വേണ്ട ജിബ്രീൽ. ഒരു പാവപ്പെട്ടവനെ പോലെ ജീവിക്കണം, ഒരു പാവപ്പെട്ടവനെ പോലെ എനിക്ക് വഫാത്താകണം എന്ന് അല്ലാഹുവിന്റെ റസൂല് പോലും പറഞ്ഞു പോയെങ്കില് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ മോഹമുണ്ടോ വാപ്പാ? സമ്പത്തിനോടുള്ള മോഹം കളഞ്ഞാൽ നിനക്കതിനുള്ള ഭാഗ്യം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ. സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച് നടന്ന ചെറുപ്പക്കാരന്റെ മയ്യത്ത് പൊതിയാൻ പോലും തുണിയില്ലായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.